വെൽക്കം ബാക്ക്. തൃശ്ശൂരിലേക്ക് പോകുന്നു. അവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. കുന്നുകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ ശശിധരന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഈ മാർച്ച് നടന്നിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഉത്തരമേഖല IG-യുടെ സസ്പെൻഷൻ ഓർഡർ പുറത്തിറങ്ങിയത്. അതിൽ 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉണ്ട് എന്ന കാര്യം പറഞ്ഞു. പക്ഷേ സസ്പെൻഷൻ മാത്രം പോരാ, ഈ ഉദ്യോഗസ്ഥരെ, കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്ന ആവശ്യം നേരത്തെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഉയർത്തിയതാണ്. ആ ആവശ്യം കൂടുതൽ ശക്തമാക്കി രംഗത്തേക്ക് വരും എന്ന് DCC അധ്യക്ഷൻ നേരത്തെ 24-നോട് വ്യക്തമാക്കിയതുമാണ്. അതിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശശിധരന്റെ വീട്ടിലേക്കാണ് ഈ മാർച്ച് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അവിടെ പോലീസ് ബാരിക്കേഡ് വെച്ചതിനെ തടഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. അവിടെ അത് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നു. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, പ്രതിഷേധ മാർച്ച് ഇപ്പോൾ അവിടെ തടഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പോലീസ് സന്നാഹമുണ്ട്. ഇതിപ്പോൾ ശശിധരന്റെ വീടാണോ? പ്രജിൻ, ശശിധരന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. അത് ശശിധരനെ സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ, ശശിധരനടക്കമുള്ള 4 പോലീസുകാരെയും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. സാധാരണഗതിയിലുള്ള മാർച്ചല്ല. ചൂരൽ കയ്യിലേന്തിക്കൊണ്ട് പോലീസ് ചൂരൽ ഉപയോഗിച്ച് തങ്ങളുടെ പ്രവർത്തകനെ അടിച്ചതുകൊണ്ട് തന്നെ തിരിച്ച് തങ്ങൾക്കും ചൂരൽ ഉപയോഗിച്ച് അടിക്കാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചൂരൽ ഏന്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. ഇവർ ചൂരൽ ഉയർത്തിക്കൊണ്ട് പോലീസിന്റെ നേരെയും ബാരിക്കേഡിന് നേരെയും ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് പ്രവർത്തകരുടെ കയ്യിൽ കാണാം ചൂരൽ ഏന്തിക്കൊണ്ടുള്ള ഒരു സമരം. അതാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരമുറ. എന്തായാലും ബാരിക്കേഡ് മറിക്കാനുള്ള ശ്രമം അത് പ്രവർത്തകർ നടത്തുന്നുണ്ട്. ഇതിപ്പോൾ ശശിധരന്റെ വീടിന് സമീപത്ത്, തൃക്കൂരിലെ ശശിധരന്റെ വീടിന് സമീപത്ത് വെച്ചാണ് ഈ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നത്. ബാരിക്കേഡ് മറികടന്ന് മുന്നേറാനുള്ള ശ്രമമാണ് ഈ പ്രവർത്തകർ നടത്തുന്നത്. പോലീസിന്റെ വലിയ സുരക്ഷ തന്നെയുണ്ട്. ജലപീരങ്കി അടക്കം ഈ മേഖലയിലേക്ക് വരുണടക്കം എത്തിച്ചുകൊണ്ട് ഈ സമരത്തെ നേരിടാൻ പോലീസും സജ്ജമാണ്. വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത പോലീസ് നേരത്തെ കൽപ്പിച്ചിരുന്നതാണ്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം ഒരു പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കാണുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനേഷാണ് യൂത്ത് കോൺഗ്രസിന്റെ ബാരിക്കേഡിന് മുകളിൽ കയറിയിരിക്കുന്നത്. അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ലീഡർഷിപ്പിലെ പ്രധാനി തന്നെ എത്തിക്കൊണ്ട് ശശിധരന്റെ വീട്ടിലേക്കുള്ള മാർച്ച് അത് ദൃശ്യങ്ങളിൽ കാണുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനീഷാണ്. ഇപ്പോൾ ആ ബാരിക്കേഡ് മറികടന്ന് ചാടിക്കടക്കാനുള്ള ശ്രമം അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നു. ജനീഷിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുന്നു. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷമാണ്. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. പോലീസിന്റെ ബാരിക്കേഡ് മറികടന്ന് അങ്ങോട്ടേക്ക് ചാടാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. വലിയ പോലീസ് സന്നാഹമുണ്ട്. വരുണടക്കമുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പോലീസുകാരെയും ഈ മേഖലയിൽ ഇറക്കിയിട്ടുണ്ട്. ഈ ചെറിയ ഒരു ഇടറോഡാണ് ഈ ശശിധരന്റെ വീടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വരുണടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. പക്ഷേ ഇത് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ വലിയ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നത് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതാണ്. ബാരിക്കേഡ് മറികടന്ന് അങ്ങോട്ടേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ഇവർ പറയുന്നത്, നമ്മൾ അല്പം മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജനീഷുമായി ഈ സസ്പെൻഷൻ ഓർഡർ പുറത്തിറങ്ങിയതിനു ശേഷം സംസാരിച്ചിരുന്നു. ജനീഷ് പറഞ്ഞത് ഈ സസ്പെൻഷൻ കൊണ്ടായില്ല, ഈ പ്രവർത്തകരെ സർവീസിൽ നിന്ന് പുറത്താക്കണം, അതുവരെ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സസ്പെൻഷൻ ഓർഡർ ഇറങ്ങി തൊട്ടു പിന്നാലെ തന്നെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. നമ്മുടെ സഹപ്രവർത്തകരായ സുജിത്തിനെ പോലീസ് മുറിയിൽ കൈകാര്യം ചെയ്ത ഈ ശശീന്ദ്രന്റെ വീട്ടിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വം നടത്തുന്ന ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട OJ ജനീഷ് ഇവിടെ എത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് പറയാൻ തൃക്കൂർ മണ്ഡലത്തിൽ വെച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാവിലെ കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ മാർച്ച് ശശീന്ദ്രന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അച്ചിയുടെ വീട്ടിൽ ഉണ്ടുറങ്ങാൻ പോയ ശശീന്ദ്ര, നീ തിരിച്ചു വരുന്ന എന്നാണോ നീ തിരിച്ചു വരുന്നേ? അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ചൂട് എന്താണെന്ന്, യൂത്ത് കോൺഗ്രസിന്റെ സമരം എന്താണെന്ന് ശശീന്ദ്ര നിങ്ങളറിയാം. അംഗസിംഹാസനിലിരിക്കുന്ന പിണറായി വിജയനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ സംരക്ഷിക്കുന്ന ഈ ഏറാൻമൂറി പോലീസുകാരുണ്ടല്ലോ, അവരെ ഞങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പോലീസിനും അതിനെ തടുക്കാൻ കഴിയില്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ OJ ജനീഷിനെ സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയപ്പെട്ട ഈ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം കൊടുത്ത തൃശ്ശൂരിൽ വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നടത്തുന്നത്.
കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധം. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 4 പോലീസുകാരിൽ ഒരാളായ ശശിധരന്റെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. പോലീസ് ഇത് തടയാനായി ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ജലപീരങ്കി ഉൾപ്പെടെ ഇവിടേക്ക് എത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അത് വിജയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അല്പസമയം മുൻപാണ് പോലീസ് സ്റ്റേഷനിലെ 3-ാം മുറിയിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ എന്നുള്ള വാർത്ത 24 പുറത്തെത്തിച്ചത്, പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നുഹ്മാൻ, സന്ദീപ്, സജീവൻ, ശശിധരൻ എന്നീ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി. ഉത്തരമേഖല IG ആണ് നടപടിയെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത് 24 ആണ്. ഇപ്പോൾ CPO ശശിധരന്റെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തുന്നത്. വലിയ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ അറിയിക്കുന്നത്. കോൺഗ്രസിന്റെ തീരുമാനവും അത് തന്നെയാണ്. ഈ സസ്പെൻഷൻ നടപടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ളതാണ് ഈ കോൺഗ്രസിന്റെ ആവശ്യം. കുന്നംകുളം കസ്റ്റഡി മർദ്ദന കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അല്പസമയം മുൻപ് വകുപ്പ് തല നടപടികൾ തുടരാമെന്ന DGPക്ക് നിയമോപദേശം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്.